ഒരു ഷോ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു പ്രാവശ്യം കാണാം, പിന്നെ കാണാൻ എന്തായാലും പറ്റത്തൊന്നുമില്ല. സാധാരണ റാംചരന്റെ പഴയ പടങ്ങളെക്കാളും കുറച്ച് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. പടം എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഒരു പക്ക മാസ് പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. സാധാ ഒരു ശങ്കർ പടം തന്നെ. കറപ്ഷൻ വരുന്ന ഒരാൾ രക്ഷിക്കാൻ വരുന്നു. പണ്ട് പുള്ളി ശിവാജിയിലേക്ക് 5 കോടി എടുത്താണ് ഒരു പാട്ടം ഷൂട്ട് ചെയ്തത്. ഇപ്പം എനിക്ക് തോന്നുന്നു 450 കോടിയുടെ പടം. എങ്ങനെ വല്ല 1/4 3/4 എങ്കിലും പുള്ളി 3 പാട്ടിന് ചിലവാക്കിയാണ്. അതൊക്കെ പറഞ്ഞ എന്താ പറയുക, ഇഷ്ടപ്പെട്ടില്ല, അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കുറച്ച് ആവറേജ് മൂവി, അത്രേ ഉള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ബെറ്ററാണ്, പക്ഷേ അത്ര ഇല്ല. സ്റ്റോറി എന്ന് പറയുമ്പോൾ നന്നായിട്ട് പ്രഡിക്റ്റബിൾ ആണ്. സ്റ്റാർട്ട് ടു എൻഡ് വരെയും എന്താണെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ മേക്കിംഗ് വേസ് മാത്രം കൊള്ളാൻ തോന്നി, ബാക്കിയൊന്നും അങ്ങനെ തോന്നിയില്ല. படம் ஒரு நல்ல படைப்பாக தான் இருக்குது, நல்லா இருக்குது. அது விட இது நல்லா தான் இருக்குது. His performance is good, but not that much of intriguing. Nothing. What we accept is nothing happened. Shankar career and most probably. ഞാൻ തെലുങ്ക് വെർഷനാണ് കണ്ടത്. തെലുങ്കാണ് ഞാൻ കണ്ടത്. ഒരു പക്ക ഒരു തെലുങ്ക് മാസ് പടം എന്ന് വേണം പറയാം. ഇത് മുതൽ തന്നെ വേറൊരു വെർഷൻ. പൊളിറ്റിക്കൽ ബേസ് ആണ് പടം. ഇതിൽ 2 ക്യാരക്ടറാണ് രാംചരൻ, അച്ഛനും മോനും. അച്ഛൻ്റെ ക്യാരക്ടർ 20 മിനിറ്റേ ഉള്ളൂ. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ആക്ടിങ് ആയിരുന്നു അച്ഛൻ്റെ ക്യാരക്ടർ. ബാക്കിയൊക്കെ പക്ക ഒരു നമ്മൾ തെലുങ്ക് മാസ് പടം കണ്ട ഫീലാണ്. ഒരു ശങ്കർ പടം കണ്ട ഫീലല്ല. ഇന്ത്യൻ ടൂവിനേക്കാളും കൊള്ളാം. അത് എടുത്തു പറയാനേ, ഇന്ത്യൻ ടൂവിനേക്കാളും പടം കൊള്ളാം. പിന്നെ ഒരു പക്ക മാസ് പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അത് ആക്ഷനും തെലുങ്ക് പടത്തിന് വേണ്ടിയുള്ള എല്ലാ സംഭവവും അതിൻ്റെ അകത്തുണ്ട്. ഈ എല്ലാ സോങ്സിലൊക്കെ ശങ്കർ ടച്ചുണ്ട്. VFXും കാര്യങ്ങളെല്ലാം സോങ്സിൽ ഫുള്ളുണ്ട്. പടം എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഒരു പക്ക മാസ് പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആ ഇന്ത്യൻ ടു കണ്ടിട്ടില്ല. അത് കുഴപ്പമില്ല. സാധാരണ റാംചരന്റെ പഴയ പടങ്ങളെക്കാളും കുറച്ച് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. തിരിച്ചു വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല, കാണാൻ അത്രയൊക്കെ ഉള്ളൂ. ഒരാൾക്കാരെ പോലെ ഇരിക്കും. എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. സാധാ ഒരു ശങ്കർ പടം തന്നെ. കറപ്ഷൻ വരുന്ന ഒരാൾ രക്ഷിക്കാൻ വരുന്നു. കാണാം, പടം എൻജോയ്മെന്റ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാം. സ്റ്റോറി വൈസ് അത് ഇഷ്ടപ്പെടും. ലോജിക്ക് നോക്കരുത്. എയറിലാണ് ഇടിച്ച് പറഞ്ഞ എയറിലൊക്കെ കയറ്റിക്കളയും. അത്രയ്ക്കൊന്നും ഇല്ല ബ്രോ, അത് ഒരു പ്രാവശ്യത്തേക്കുള്ളതേ ഉള്ളൂ. ഒരു ഷോ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു പ്രാവശ്യം കാണാം, പിന്നെ കാണാൻ എന്തായാലും പറ്റത്തൊന്നുമില്ല. ലാഗ് മാത്രമേ ഉള്ളൂ, ഇത്ര നേരം ഇരുന്ന് അറിഞ്ഞില്ല. നല്ല സിനിമയായിരുന്നു, കൊള്ളാം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയ പടം. 1 ടൈം വാച്ചബിളാണ്, കൊള്ളാം, കുഴപ്പമില്ല. ചുമ്മാ ഒരു പ്രാവശ്യം കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. സിനിമ കാണുന്നവർ കാണാം, ഇതേപോലെ ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. സോങ്സ് BGM അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊള്ളാം, കുറേ വർക്കുകളെല്ലാം കൊള്ളാം. ജയറാമിൻ്റെ കാര്യം ചോദിക്കട്ടെ, അതിനാ മറ്റേ ഈ നമ്മൾ ഏത് ഫാസിൽ പുഷ്പ പോലെ ചെയ്തതല്ല, ഇത് വലിയ ആളെ പിടിച്ചിവിടെ എടുത്തു. ആ 7-8 ഡയലോഗ് പുള്ളിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കൗണ്ടർ അടിക്കും, സെൽഫ് കൗണ്ടർ പുള്ളി തന്നെ നോക്കും. ആ ഒരു പുള്ളീൻ്റെ ആവശ്യമില്ല. ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. S.A. സൂര്യ പുള്ളി സ്ഥിരം ഒരു സ്വഭാവമാണ് എല്ലാത്തിലും. ഒരു അലറി വിളി ആ ഒരു കാര്യങ്ങൾ കൊള്ളാം, പക്ഷേ സ്ഥിരം ഒരു സാധനമല്ലേ. ശങ്കറിൻ്റെ ഒരു പഴയ ഒരു മൂഡ് തിരിച്ചു വന്നിട്ടുണ്ട്, പക്ഷെ പടം വയസ്സ് കൊള്ളാം ടോട്ടലി. ഇതിൽ കാണുമ്പോൾ പടം നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് അത്യാവശ്യം എൻഗേജിങ് ആണ്. എൻഗേജിങ് അല്ലെന്ന് പറഞ്ഞാണ് ഇതിന് വരുന്നത്, പക്ഷേ അത്യാവശ്യം എൻഗേജിങ് ആണ് പടം കാര്യങ്ങൾ. പുള്ളിയുടെ ഒരു പണ്ടത്തെ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. കാരണം പണ്ട് പുള്ളി ശിവാജിയിലേക്ക് 5 കോടി എടുത്താണ് ഒരു പാട്ടം ഷൂട്ട് ചെയ്തത്. ഇപ്പം എനിക്ക് തോന്നുന്നു 450 കോടിയുടെ പടം. എങ്ങനെ വല്ല 1/4 3/4 എങ്കിലും പുള്ളി 3 പാട്ടിന് ചിലവാക്കിയാണ്. ഭയങ്കര അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇന്ത്യൻ വെച്ച് കമ്പയർ ചെയ്യേണ്ട ശരിയല്ല, എന്നാൽ പോലും നന്നായിട്ട് പുള്ളി എടുത്തിട്ടുണ്ട്. സംഭവം 3-4 വർഷം കൂടി ഷൂട്ട് ചെയ്ത പടമാണ്. ഇന്ത്യൻ പോലെ തട്ടിക്കൂട്ടിയതൊന്നുമല്ല, എന്നാൽ പോലും നന്നായിട്ടുണ്ട്.